അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ടോപ്പിക് ഇപ്പോഴും എക്സാമിലത് കവർ ആയിട്ടില്ല. അപ്പം അതിനനുസരിച്ച് ഇന്റേണൽ എക്സാം ഒക്കെ അതിനനുസരിച്ച് അവർ പേപ്പർ ഇടേണ്ട അവസ്ഥയാണ്. കാരണം ഞങ്ങൾക്ക് എടുത്തിട്ടില്ല ടോപ്പിക്സ് ഒന്നും. യൂണിവേഴ്സിറ്റി എക്സാം അത് പറ്റില്ലല്ലോ, DME വരുന്ന പേപ്പേഴ്സ് അല്ലേ. ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് എല്ലാ കുട്ടികളും ലൈബ്രറിനെ ആശ്രയിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സീനിയർ വിദ്യാർത്ഥികളുടെ നോട്ടുകളെ ആശ്രയിക്കും. അങ്ങനെയാണ് ഇപ്പം പഠനം മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഗൈഡ് ചെയ്യാൻ, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ആ പ്രൊഫഷണൽ കോഴ്സിന് അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ വേണം പഠിപ്പിക്കാനായിട്ട്. ടെക്നിക്കൽ നോളജ് നമുക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് അവർക്ക് മാത്രമേ പറഞ്ഞു തരാൻ കഴിയുള്ളൂ. ഇത് ഞങ്ങളുടെ റിസൾട്ടിനെ പോലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർലി സെക്കൻഡ് ഇയർലി റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 43-56% ഞങ്ങളുടെ പാസ് പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ 95% മാർക്ക് കിട്ടി ഓരോ കുട്ടികളും ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് ആ കുട്ടികൾ എത്ര താഴേക്ക് പോകുന്നു എന്നാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ഒരു കാര്യം. നമ്മൾ കോളേജ് അധികാരികളുടെ മുമ്പിൽ എത്രയോ പലതവണ നിവേദനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി ചെന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കാര്യക്ഷമമായൊരു ഇടപെടൽ അത് ഗവൺമെൻറ് തലത്തിൽ അറിയിക്കാനോ അവർ ഒരു കൃത്യമായ തീരുമാനം ഗവൺമെൻറ്റിനെ അറിയിച്ച് നമുക്കൊരു മെച്ചപ്പെട്ട തീരുമാനം എടുത്തു തരാൻ ഇതുവരെ കോളേജ് അധികാരികളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ മുന്നേ ഇവിടെ പഠിച്ചു പോയ ഒരുപാട് പേര് നിരവധി പരാതികൾ DMEക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഇതുവരെ ഒരു കൃത്യമായ മറുപടി വരികയോ അത് എത്തേണ്ടവരിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. വന്ന 4 വർഷത്തിനിടയിൽ ഫസ്റ്റ് ഇയറിൽ ഒരു സമരം നടന്നിട്ടുണ്ട്. യൂണിയൻകാർ ഹോൾ പാരാമെഡ് ബാച്ചിൽ മൊത്തത്തിൽ സമരം തന്നെ. അന്ന് BSc ഒപ്റ്റോമെട്രിക് ആയിരുന്നു അവർ അധ്യാപകരെ നിയമിച്ചത്. അത് 1-2 അത് വേണ്ട രീതിയിൽ ഫലം കൊണ്ടിട്ടില്ല. നമുക്ക് ഇനിയും ഒരു റൗണ്ടും കൂടി നമ്മൾ എല്ലാവരും കണ്ട് സംസാരിക്കും, ഒന്നുകൂടി ലെറ്റർ കൊടുക്കും, എന്നിട്ടായിരിക്കും നമ്മൾ അനിശ്ചിത കാലത്തേക്ക് നീങ്ങാം.